ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് വിഭവ് കുമാറിന്റെ അറസ്റ്റിനെതിരെ വലിയ പ്രതിഷേധവുമായി ആം ആദ്മി പാർട്ടി. ബി.ജെ.പി ആസ്ഥാനത്തേക്കുള്ള മാർച്ച് പോലീസ് തടഞ്ഞു. ജയിൽ കാ ജവാബ് വോട്ട് സേ മുദ്രാവാക്യം മുഴക്കി ആം ആദ്മി നേതാക്കൾ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയുമാണ്. ആപ്പിന്റെ ആസ്ഥാനത്ത് നിന്ന് അച്യുതൻ ചേരുന്നു. അച്യുതൻ, എങ്ങനെ പോകുന്നു ആ സമരം? സംഘർഷഭരിത സാഹചര്യം നിലവിലുണ്ടോ? ഹാഷ്മി, നിലവിൽ ആ മാർച്ച് അത് അവസാനിച്ചിരിക്കുകയാണ്. നേതാക്കളടക്കം തിരികെ പാർട്ടി ആസ്ഥാനത്തേക്ക് പോയി. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു മാർച്ചാണ്, ഇവിടെ പ്രതിഷേധ മാർച്ചാണ് ആം ആദ്മി സംഘടിപ്പിച്ചത്. രാവിലെ അരവിന്ദ് കെജ്രിവാൾ 12 മണിയോടുകൂടി പാർട്ടി ആസ്ഥാനത്തെത്തുകയും പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചതിന് ശേഷമാണ് ഈ ബി.ജെ.പി ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തിയത്. ആ അഭിസംബോധന പ്രസംഗത്തിൽ അവിടെ ബി.ജെ.പിക്കും പ്രധാനമന്ത്രിക്കുമെതിരായ രൂക്ഷ വിമർശനങ്ങളാണ് ഉന്നയിച്ചത്. ഈ ആം ആദ്മിയുടെ വളർച്ചയിൽ ആകുലതപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആം ആദ്മിയുടെ നേതാക്കളെ ജയിലിൽ അടയ്ക്കുകയാണ് എന്നുള്ള ഒരു രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു. മാത്രമല്ല, ആം ആദ്മി ഡൽഹിയിലും പഞ്ചാബിലും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം, നല്ല രീതിയിലുള്ള ആരോഗ്യം, മൊഹല്ല ക്ലിനിക്കുകൾ അടക്കം കൊണ്ടുവന്ന് നല്ല രീതിയിലുള്ള ആരോഗ്യം അത് നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി. വൈദ്യുതി പ്രതിസന്ധിയിൽ നിന്ന് നാടിനെ രക്ഷിച്ചതും ആം ആദ്മിയാണ് എന്നുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി. ഇനി വരുമ്പോൾ 1000 രൂപ സ്ത്രീകളുടെ അക്കൗണ്ടുകളിൽ എത്തിക്കും എന്നൊരു ആഹ്വാനവും കേജ്രിവാൾ നടത്തിയിരിക്കുകയാണ്. അതിനുശേഷമാണ് ബി.ജെ.പി ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തിയത്. പക്ഷേ ഈ ആം ആദ്മി ആസ്ഥാനത്തിന് മുൻപിലായി പോലീസ് ബാരിക്കേഡുകൾ സ്ഥാപിച്ചിരുന്നു. പോലീസിന് പുറമെ അർദ്ധസൈനികരുടെ വിന്യാസം വലിയ രീതിയിൽ ഇവിടെ ഉണ്ടായിരുന്നു. അതിനപ്പുറത്ത്, ആ ബാരിക്കേഡിനപ്പുറത്ത് ജലപീരങ്കി പോലുള്ള പോലീസ് സന്നാഹങ്ങൾ ഏർപ്പെടുത്തി അറസ്റ്റ് ചെയ്ത് നീക്കുവാനുള്ള പോലീസ് വാഹനങ്ങളും സജ്ജമാക്കിയിരുന്നു. അങ്ങനെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു കടുത്ത നടപടി ഈ ഭാഗത്ത് സ്വീകരിച്ചിരുന്നു. 144 ബി.ജെ.പി ആസ്ഥാനത്തും ആം ആദ്മിയുടെ പാർട്ടി ആസ്ഥാനത്തും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് ആ മുന്നറിയിപ്പ് പോലീസ് പല ആവർത്തി പ്രവർത്തകർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വളരെ ശാന്തമായുള്ള ഒരു പ്രതിഷേധ മാർച്ച് എന്ന് തന്നെയാണ് വിലയിരുത്താൻ കഴിയുന്നത്. ഒരു തരത്തിലും സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിലേക്ക് കടന്നിട്ടില്ല. ഇവിടെ എത്തിച്ചേർന്ന, ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് ഒത്തുകൂടിയ പ്രവർത്തകർ, കേജ്രിവാളിന്റെ സാന്നിധ്യത്തിൽ ഒത്തുകൂടിയ പ്രവർത്തകർ ജയിൽ കാ ജവാബ് വോട്ട് സേ എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് പ്രതിഷേധിക്കുകയാണ് ഉണ്ടായത്. ബി.ജെ.പിക്ക് ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ മറുപടി നൽകും എന്നുകൂടി ആവർത്തിക്കുകയുണ്ടായി. എന്തായാലും ആ പ്രതിഷേധം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. സ്വാതി മലിവാളിന്റെ പരാതിയെ തുടർന്ന് വിഭവ് കുമാറിനെ ഇന്നലെ അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ കൂടിയാണ് ഈ പ്രതിഷേധം സംഘടിപ്പിച്ചതെന്നുള്ളത് ശ്രദ്ധേയമാണ്. എന്നാൽ സ്വാതി മലിവാൾ തന്നെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ടായി. പണ്ട് നിർഭയയുടെ കേസിൽ തെരുവിലിറങ്ങിയ പാർട്ടി ഇന്ന് പ്രതിക്കൊപ്പം നിന്നുകൊണ്ട് സമരം ചെയ്യുന്നു, പ്രതിഷേധം സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ് സ്വാതി മലിവാളിന്റെ ആ ഒരു എക്സ്പോസ്. അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്രൈം, അതിൽ അറസ്റ്റ് എന്നതിന് ഉപരി തെരഞ്ഞെടുപ്പ് കാലമാണ്, ബൂത്തിലേക്ക് പോകാൻ പോകുന്നു ഡൽഹി. അപ്പോൾ ഉറപ്പായും അതിലൊരു രാഷ്ട്രീയമുണ്ട്, അതങ്ങനെ തുടരുകയാണ് ഡൽഹിയിലെ പോർമുഖം.